തിരക്കേറിയ ആധുനിക ലോകത്ത് കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾ മക്കൾക്ക് സ്നേഹവും കരുതലും നൽകി വളർത്തിയെടുക്കുവാൻ സമയമില്ല. പിടഞ്ഞു തകരുന്ന ബാല്യങ്ങൾ ഇല്ല, പാടില്ല. ഹാർവസ്റ്റ് മിഷൻ സ്കൂളിലെ മിടുക്കർ അവതരിപ്പിക്കുന്ന നാടകം സ്വർഗതുല്യമായ വീട്. സംവിധാനം മിസസ് മിനി മോഫറ്റ്. റെക്കോർഡിംഗ് പാസ്റ്റർ ഷാജി കെ മാത്യു. ശബ്ദം നൽകിയവർ ഫേബദാസ് ആർ.വി, വീഷ വിനു വി.എസ്, കാശ്നാഥ് എ.എസ്, നന്ദികേഷ് എസ്, ആരോൺ ജെ.എ, സൈദ ഫാത്തിമ എം.എം, മിസസ് മിനി മോഫറ്റ് ആൻഡ് പാസ്റ്റർ ഷാജി കെ മാത്യു. അഭിനയിക്കുന്നവർ ഫേബദാസ് ആർ.വി, ഹെപ്സിബ ആർ.വി, വീഷ വിനു വി.എസ്, കാശ്നാഥ് എ.എസ്, നന്ദികേഷ് എസ്, ആരോൺ ജെ.എ, വസുദേവ് വി.ആർ, അഭിനവ് ആർ.എസ്, അദീർ, പ്രണവേന്ദ് പി, താരിക പണിക്കർ, സൈദ ഫാത്തിമ എം.എം. ജാനു, ജാനു, സോഫി ഇതുവരെ എഴുന്നേറ്റില്ലേ? അവൾക്ക് പനിയല്ലേ, കുറച്ചു നേരം കൂടി കിടക്കട്ടെ കൊച്ചമ്മേ. നോ നോ, എഴുന്നേറ്റ് ഹോംവർക്ക് ചെയ്യാൻ പറയാം അവളോട്. ഞങ്ങൾക്കിന്ന് നേരത്തെ പോകേണ്ടതാ. ഞങ്ങൾ റെഡി ആകട്ടെ. മോളെ, സോഫി മോളെ, വാ, എഴുന്നേൽക്ക്. മോള് വാ, നല്ല മോളല്ലേ. എഴുന്നേറ്റ് ഹോംവർക്ക് ചെയ്യാൻ അമ്മ പറഞ്ഞു. മോൾക്ക് പനിയാ. അമ്മയോടൊന്നെന്നെ എടുക്കാൻ പറ ജാനു ആന്റി. അമ്മേ, അയ്യോ, നല്ല പനിയാ. അമ്മയ്ക്കിന്ന് ഓഫീസിൽ നേരത്തെ പോകേണ്ടതാ. ഞാനിപ്പോൾ ചായ കൊണ്ടുതരാം. മോൾ എല്ലാം എഴുതി വെക്ക് കേട്ടോ. പാവം കുഞ്ഞ്. അമ്മേ, അമ്മേ, എന്നെ ഒന്ന് എടുക്കുമോ? അമ്മേ, മോളെ, എഴുന്നേൽക്ക്. മോള് കരയണ്ട കേട്ടോ. അമ്മയ്ക്കെന്നെ ഇഷ്ടമല്ലേ? അമ്മ എന്താ എന്നെ എടുക്കാത്തത്? പപ്പ എന്താ എന്നെ നോക്കാത്തത്? മോള് പെട്ടെന്ന് ചായ കുടിക്ക്. ഹോംവർക്ക് ചെയ്യട്ടോ. വേഗം നമുക്ക് റെഡി ആകണ്ടേ, ഇല്ല എങ്കിൽ ലേറ്റ് ആകും. അമ്മേ, അമ്മേ, എനിക്ക് വാരിത്തരാമോ? നോ നോ, യു ആർ ലേറ്റ് ടുഡേ. ജാനു ആന്റി, അമ്മ വാരിത്തന്നില്ല. സാരമില്ല, അമ്മയ്ക്ക് തിരക്ക. മോൾക്ക് ഞാൻ വാരിത്തരാം. അമ്മേ, അമ്മേ, ഇതൊന്ന് ഇട്ടു തരാമോ? ജാനു, സോഫിക്ക് ബെൽറ്റ് ഇട്ട് കൊടുക്ക്.
ഡ്രൈവർ എത്തി, ലേറ്റായി, ഹറിയപ്പ്. ടാറ്റാ പപ്പ. അമ്മേ അമ്മേ. ഇതെന്താ മോളെ? അമ്മയുടെ ഫോട്ടോ. വാ മോളെ, കരയാതെ. സ്കൂളിൽ പോകാം. ഡ്രൈവർ അങ്കിൾ കാത്തു നിൽക്കയാ. Sophia, come and play. Are you not well? I'm not well. Good morning, students. Morning, sir. Are you happy today? Yes. Please take your notebooks. Did you complete your homework? Yes. Homework? What happened? Sophia, why didn't you complete your homework? Who is this? ഇത് ആരുടെ ഫോട്ടോയാ? എൻ്റെ അമ്മ. മോൾക്ക് അമ്മയെ അത്ര ഇഷ്ടമാണോ? Yes. സോഫിയ, അമ്മയെ ഇഷ്ടമാണെങ്കിൽ നന്നായി പഠിക്കണം. ഹോംവർക്ക് എല്ലാം ചെയ്യണം കേട്ടോ. എനിക്ക് സുഖമില്ല, പനിയാ. അയ്യോ, നല്ല പനിയുണ്ടല്ലോ. യു ആർ ഹാവിംഗ് ഫീവർ. സോഫിയ, വീട്ടിൽ വിടട്ടെ? No, no. Please don't send me to home. I will study. ഫീവർ കുറഞ്ഞിട്ട് ക്ലാസ്സിലിരിക്കാം. ഇപ്പോൾ സിക്ക് റൂമിൽ പോയി റെസ്റ്റ് എടുക്കും. Listen here. Take your computer test book. Let's go to computer lab and learn a new lesson. Are you ready? Yes. മോളെ, ഇതാ ചായ. ജാനു ആന്റി ഇന്ന് നേരത്തെ പോകുക. മോൾ നല്ല കുട്ടിയായിരിക്കണം. ഞാൻ 4 ദിവസം കഴിഞ്ഞേ വരൂ. ഞാനും വരട്ടെ ജാനു ആന്റിയുടെ കൂടെ. അയ്യോ, വേണ്ട വേണ്ട. ജാനു ആന്റിക്ക് നല്ല വീടൊന്നുമില്ല. മോളെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയതിന് മോളുടെ അമ്മ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. ടാറ്റാ. ടാറ്റാ. അമ്മേ. ഓക്കെ, ശരി ശരി. സോഫിയ, എനിക്ക് അത്യാവശ്യം കോൾ ചെയ്യാനുണ്ട്. നീ പോ. അമ്മേ. Hey, I have to do calls. Go and do your homeworks. ഹലോ മാഡം, ഞാൻ സോഫിയയുടെ ടീച്ചറാണ്. സോഫിയയ്ക്ക് ടെസ്റ്റ് പേപ്പറിൻ്റെ മാർക്ക് വളരെ കുറവാണ്. മാഡം ഒന്ന് കെയർ ചെയ്യണം. Okay, okay. Sophia, show me your test paper book. എടുക്ക് വേഗം. What is this?
നീ എന്തിനാ സ്കൂളിൽ പോകുന്നത്? Go away. ഹോംവർക്ക് ചെയ്യില്ല, പഠിക്കില്ല. നിനക്ക് എന്തിനാ ഇവിടെ കുറവ്? പൊക്കോണം എന്റെ മുമ്പിൽ നിന്ന്. ഇനി ഞാൻ എങ്ങനെ നിന്റെ സ്കൂളിൽ വരും? നാളെ രാവിലെ എഴുന്നേറ്റ് റെഡി ആയിക്കോണം. Go and sleep. സോഫിയ റെഡി ആയില്ലേ? ഡ്രൈവർ ഈസ് വെയിറ്റിംഗ്. ഗോ സൂൺ. What? എപ്പോൾ? എവിടെ വെച്ച്? ഓക്കേ. വാട്ട് ഹാപ്പൻഡ്? ഡ്രൈവർ മെഡിസിൻ വാങ്ങാൻ കാറിൽ നിന്നിറങ്ങി തിരിച്ചു വന്നപ്പോൾ സോഫിയെ കാണാനില്ല. നീ അവളുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിക്ക്. I don't know anyone. അവളുടെ ഫ്രണ്ട്സിനെ എല്ലാം ജാനുവിന് മാത്രമേ അറിയൂ. ഇപ്പോ ജാനുവും ഇവിടെ ഇല്ല. ഹോ, ഹലോ, കണ്ടോ? എവിടെ? ഓക്കേ. വാ, നമുക്ക് പോകാം. മോളെ, നീ എങ്ങനെ ഇവിടെ വന്നു? അമ്മ നിന്നെ അന്വേഷിക്കില്ലേ? ആന്റി, അമ്മ എന്നെ ഒത്തിരി അടിച്ചു. എനിക്ക് ഇനി വീട്ടിൽ പോകണ്ട. മോള് കരയല്ലേ? സാരമില്ല മോളെ. ഇതാ ഈ വെള്ളം കുടിക്ക്. ജാനു, നീ ആ കുട്ടിയെ വഷളാക്കുന്നത്. വേലക്കാരിയുടെ സ്ഥാനത്ത് നിൽക്കണം. നീ എന്തിനാ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നത്? കൊച്ചമ്മേ, ഞാനല്ല കൂട്ടിക്കൊണ്ടുവന്നത്. ഞാൻ മുറ്റമടിച്ചുകൊണ്ട് നിന്നപ്പോൾ അവൾ ഓടി വന്നതാ. സോഫിയ, വാ ഇവിടെ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്?
ഇല്ല, ഞാൻ വരില്ല. വാ ഇവിടെ വാ. ഇല്ല, ഞാൻ വരില്ല. തൊട്ടുപോകരുത് അവളെ. മോളിവിടെ നിൽക്ക്. എന്റെ ചോറിന് നന്ദി ഇല്ലാഞ്ഞിട്ടല്ല, എന്നാലും ചോദിക്കുക, നിങ്ങളൊരു അമ്മയാണോ? അത് പോകട്ടെ, നിങ്ങളൊരു സ്ത്രീയാണോ? പ്രസവിച്ചാൽ മാത്രം ഒരു അമ്മയാകില്ല. നിങ്ങൾ പ്രസവിച്ച ഈ കുഞ്ഞ് 4-5 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിരിക്കുക. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയാ നിങ്ങൾ ജീവിക്കുന്നത്? നമ്മുടെ മോൾ. നമ്മുടെ മോൾ എന്ന് പറയാൻ എന്ത് യോഗ്യതയാ നിങ്ങൾക്കുള്ളത്? ഇവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? അവളെ ഒന്ന് മടിയിലിരുത്തി സ്നേഹിച്ചിട്ടുണ്ടോ നിങ്ങൾ? അവളെ ഒരുക്കുവാനോ ആഹാരം വാരിക്കൊടുത്ത് കഴിപ്പിക്കാനോ അവളോട് സംസാരിക്കുവാനോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് സമയമില്ല അല്ലേ? അവൾ വരും. പക്ഷേ ഇനിയെങ്കിലും നിങ്ങളൊരു യഥാർത്ഥ അമ്മയാകണം, അപ്പനാകണം. സോഫിയ മോളെ അവഗണിക്കാതെ സ്നേഹിക്കണം, ശാസിക്കേണ്ടപ്പോൾ ശാസിക്കണം. നല്ല സ്വഭാവത്തിൽ വളരുവാനുള്ള സാഹചര്യം നിങ്ങൾ ഈ കുഞ്ഞിന് നൽകണം. മോളെ, അമ്മയുടെ കൂടെ പോകണം കേട്ടോ. സന്തോഷമായിരിക്കും. ജാനു ആന്റി വന്നോളാമേ. വാ മോളെ. വാ മോളെ. കൊച്ചമ്മേ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് വളരെ പഠിപ്പും വിവരവും ഒന്നുമില്ല. എന്നാലും പറയുകയാ, ഇനി ഇവളെ കരയിപ്പിക്കരുത്. ഇനി എന്നും നിങ്ങളുടെ വീട് ഈ മകൾക്ക് സ്വർഗമായിരിക്കണം. തീർച്ചയായും. ഞങ്ങൾ സ്നേഹത്തോടെ കരുതലോടെ മോളെ വളർത്താം. അമ്മേ. ടാറ്റാ ജാനു ആന്റി. ടാറ്റാ. വളരെ നന്ദിയുണ്ട്. അമ്മേ, എനിക്ക് സന്തോഷമായി. ഞങ്ങൾക്കും സന്തോഷമായി. അമ്മ, പപ്പാ. അതെ, സ്വർഗതുല്യമായ വീട്. മാതാപിതാക്കളെ, കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനത്തെ സ്നേഹത്തോടെ പത്യുപദേശത്തിൽ വളർത്തേണ്ടത് ആവശ്യമാണ്. ബൈബിളിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട്: മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ആ ദാനത്തെ സ്നേഹത്തോടെ പത്യോപദേശത്തിൽ വളർത്തേണ്ടതാണ്. ആധുനിക യുഗത്തിൽ മറ്റെല്ലാ തിരക്കിനിടയിലും കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ സമയവും സ്നേഹവും കരുതലും ആവോളം നൽകുക. ഇല്ലായെങ്കിൽ അവർ സ്നേഹവും സന്തോഷവും കണ്ടെത്തുവാൻ മറ്റുള്ള ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. മാതാപിതാക്കന്മാർ മാതൃകാ ജീവിതം നയിച്ച് കുഞ്ഞുങ്ങൾക്ക് നല്ല വഴികാട്ടികളായി സ്നേഹവും കരുതലും നൽകിയാൽ തീർച്ചയായും നിങ്ങളുടെ വീട് ഒരു സ്വർഗമായി മാറ്റപ്പെടും. May God bless you all.